ഒരു കോളേജ് അധ്യാപികയൊക്കെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാവുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. കോളേജ് അധ്യാപിക എന്ന് പറയുമ്പോൾ ചുരുക്കം PG വിദ്യാഭ്യാസ യോഗ്യത, അതിനുശേഷം UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നടത്തുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, ചിലപ്പോൾ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അങ്ങനെ തുടങ്ങി ഒരുപാട് കടമ്പകളുണ്ട്. ആ കടമ്പകളൊക്കെ കടന്ന ശേഷമാകും കോളേജിൽ അധ്യാപനത്തിന് യോഗ്യത നേടി കോളേജ് അധ്യാപികയായി വരുന്നത്. ഈ ചുമ്മാ ആപ്പ പരിചയങ്ങളിലും അങ്ങനെ ഒന്നും ചെന്ന് ചാടുന്നവരായിരിക്കില്ല കോളേജിൽ ജോലിയൊക്കെ ചെയ്യുന്ന സ്ത്രീകൾ. അവർ എങ്ങനെയാകും ചില അബദ്ധ ബന്ധങ്ങളിൽ ചെന്ന് ചാടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തികച്ചും അസ്വാഭാവികമാണ്. ഇവിടെ എറണാകുളത്ത് നമ്മുടെ മലയാളിയായ ഒരു കോളേജ് അധ്യാപിക ഒരു അസ്വാഭാവിക സൗഹൃദത്തിൽ ചെന്ന് ചാടുന്നു. അസ്വാഭാവിക സൗഹൃദം എന്ന് പറഞ്ഞാൽ തികച്ചും അസ്വാഭാവിക സൗഹൃദം. ഒരു ആഘോഷ പരിപാടിക്കിടെ അവർ 2 ചെറുപ്പക്കാരെ പരിചയപ്പെടുന്നു. കളമശ്ശേരി പോലീസ് പറഞ്ഞ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 2 ചെറുപ്പക്കാരെ പരിചയപ്പെടുന്നു. മലപ്പുറം വടക്കേപ്പുറം സ്വദേശി ഫിറോസ് എന്ന 28-കാരൻ, മറ്റൊരുത്തൻ കോട്ടയം പുത്തൻപറമ്പ് സ്വദേശി മാർട്ടിൻ എന്ന ഒരുത്തൻ, മാർട്ടിൻ ആൻ്റണിയും മറ്റൊന്ന് ഫിറോസ് എന്ന 28-കാരനും. ഫിറോസും മാർട്ടിൻ ആൻ്റണിയും ഈ കോളേജ് അധ്യാപിക, അപ്പോൾ കോളേജ് അധ്യാപിക അല്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും കോളേജ് അധ്യാപികയായിരുന്ന ഈ യുവതിയെ പരിചയപ്പെടുന്നു. പരിചയം ദൃഢമാകുന്നു. ഈ ചെറുപ്പക്കാർക്ക് റെൻ്റ് കാർ ബിസിനസ്സാണ്. അതായത് യൂസ്ഡ് കാർ വിൽപ്പനയും റെൻ്റ് കാറും, കാറുകൾ വാടകയ്ക്ക് കൊടുക്കുക, യൂസ്ഡ് കാർ വിറ്റ് കൊടുക്കുക. ഇതാണ് എറണാകുളത്തെ ബിസിനസ്. താരതമ്യേന നല്ല കാശ് മറിയുന്ന ബിസിനസ്സാണ് എറണാകുളത്ത് റെൻ്റ് കാർ ബിസിനസ്. കാരണം ഒത്തിരി ആളുകൾ കാറ് വാടകയ്ക്കെടുത്ത് യൂസ് ചെയ്യുന്ന സ്ഥലമാണ് എറണാകുളം. അതുപോലെ യൂസ്ഡ് കാറുകൾ ധാരാളം വിറ്റുപോകുന്ന സ്ഥലം കൂടിയാണ് എറണാകുളം. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരായ ഇവന്മാർക്ക് കയ്യിൽ നല്ല പൂത്ത പണമാണ് എന്ന് ചുരുക്കം. ഇവന്മാർ എന്തു ചെയ്തു? ഒരു അധ്യാപിക, ഒരു ലേഡി വന്ന് വലയിൽ ചാടി എന്നാണ് കരുതിയത്. ആഘോഷരാത്രിയിൽ പരിചയപ്പെട്ട യുവതിയെ എങ്ങനെ ട്രാപ്പ് ചെയ്യാം എന്നായി ഇവന്മാരുടെ ചിന്ത. ആ യുവതി ഇതൊന്നും അറിയുന്നില്ല. യുവതി യുവന്മാരുടെ ഫോൺ കോളുകൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുന്നു, ചാറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു. അങ്ങനെ ക്രമേണ പരിചയം അടുപ്പമാകുന്നു, സൗഹൃദം അടുപ്പമാകുന്നു, ചാറ്റാകുന്നു, ചീറ്റിലേക്ക് പോകുമെന്ന് ഈ യുവതി അറിയുന്നേയില്ല. നമ്മുടെ വേടന് എതിരെയുള്ള കേസൊക്കെ വന്നതറിയാമല്ലോ. ലേഡി ഡോക്ടർ പറഞ്ഞ കഥയനുസരിച്ച് വേടനെ പരിചയപ്പെട്ടു. വേടൻ വീട്ടിൽ വന്ന് പായിലിരുന്നു. എന്നിട്ട് ചുംബിച്ചോട്ടെ എന്ന് ചോദിച്ചു. ചുംബിക്കാൻ അനുമതി കൊടുത്തു. ചുംബിച്ചു. പിന്നെ അത് ലൈംഗിക ബന്ധത്തിലോട്ട് നീണ്ടു. പിന്നെ 5 തവണ ലൈംഗികമായി ബന്ധപ്പെട്ടു എന്ന് ലേഡി ഡോക്ടറുടെ കേസുണ്ട്. അതുപോലെ അല്ല ഇത്. അത് സൗഹൃദമാണ്. സൗഹൃദം പരിചയമായി, സൗഹൃദമായി ആരാധനയാണ്. ആരാധന മൂത്തുണ്ടായ ബന്ധമാണ്. അത് പരസ്പര സമ്മതത്തോടും ഇഷ്ടത്തോടും നടന്നതാണ്. പിന്നീട് ആ ഇഷ്ടക്കേട് മൂത്തുണ്ടായ കേസാണ് എന്നാണ് പോലീസ് തന്നെ വിലയിരുത്തുന്നത്. ആ കേസിൻ്റെ മെരിറ്റും ഡീമെരിറ്റും അല്ല പറയുന്നത്. പക്ഷെ ഇവിടെ ഈ യുവതിയെ ഇവർ ആസൂത്രിതമായി കെണിയിൽപ്പെടുത്തുകയാണ്. ഇവർ ആ കോളേജ് അധ്യാപിക ആയിരുന്ന ആ ലേഡിയെ ആസൂത്രിതമായി ഇവരെ എങ്ങനെ ട്രാപ്പ് ചെയ്യാം, ഇവരെ എങ്ങനെ കെണിയിൽപ്പെടുത്താമെന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് ഇവരുടെ സങ്കേതത്തിലോട്ട്, എവിടെ? കളമശ്ശേരിയിലെ ഫ്ലാറ്റിൽ, പിന്നെ നെടുമ്പാശ്ശേരിയിലെ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. നെടുമ്പാശ്ശേരിയിലെ ഫ്ലാറ്റിൽ, പിന്നെ കളമശ്ശേരിയിലെ ഫ്ലാറ്റിലോട്ടൊക്കെ ക്ഷണിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, പൂത്ത പണമാണ് ഇവൻ്റെയൊക്കെ കയ്യിൽ. ഇവരുടെ ഫോട്ടോ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. പൂത്ത കാശാണ് ഇവന്മാരുടെ കയ്യിൽ. ഒരു ഇതുമില്ല. റെൻ്റ് കാർ കൊടുക്കുക. കച്ചവടത്തിന് വരുന്ന കാറുകൾ ചുമ്മാ റെൻ്റ് കാറായിട്ട് കൊടുത്താലും കുഴപ്പമില്ല. വർക്ക്ഷോപ്പിൽ ഇട്ടിട്ട് കാർ വാടകയ്ക്ക് കൊടുത്താലും ആരും ചോദിക്കാനില്ല. ആർക്കും ബോധിപ്പിക്കേണ്ടതില്ല. കൊണ്ടുപോകുന്ന ആൾ വിശ്വസ്തനാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. എന്തെങ്കിലും കേസോ വയ്യാവേലിയോ വരുമ്പോൾ മാത്രമേ ഇവന്മാർക്ക് തലവേദന ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ ഇവന്മാർക്ക് ഫ്ലാറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. പോലീസിന് കൈമണി കൊടുക്കുന്നവനാണെങ്കിൽ പിന്നെ അതും പേടിക്കാനില്ല. അപ്പോൾ നെടുമ്പാശ്ശേരിയിലും കളമശ്ശേരിയിലുമുള്ള ഫ്ലാറ്റിലേക്ക് ഈ യുവതിയെ വിളിച്ചു വരുത്തിയിട്ട് അല്പസ്വല്പം കഞ്ചാവ് വലിപ്പിക്കുന്നു. കഞ്ചാവ് നിറച്ച സിഗരറ്റ് കൊടുക്കുന്നു. പിന്നെ MDMA
എന്ന രാസലഹരി കൊടുക്കുന്നു. MDMA എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാൻ എനിക്ക് അറിയില്ല. മറ്റത് കഞ്ചാവ് ബീഡിയൊക്കെ വലിക്കുന്നതൊക്കെ ആളുകൾ വലിക്കുന്നതും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് അതറിയാം. MDMA എങ്ങനെയാണെന്ന് അറിയില്ല, പറയാനറിയില്ല. അതുകൊണ്ട് ക്ഷമിക്കുക, ഖേദിക്കുന്നു. അപ്പോൾ സിഗരറ്റ് വലിക്കാൻ കൊടുത്തു, പിന്നെ MDMA ഉപയോഗിച്ചു. അങ്ങനെ ആ ഗ്യാപ്പിൽ, ആ ലഹരിക്കിടെ ഇവർ ആ യുവതിയെ ലൈംഗികമായി ഉപയോഗിക്കുന്നു. ഒരു തവണയല്ല, ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കും തെറ്റയ്ക്കും അല്ല, രണ്ടുപേർ ചേർന്നും ഒരാളായിട്ടും ഒക്കെ ഈ യുവതിയെ പലതവണ ലൈംഗികമായി ഉപയോഗിക്കുന്നു. യുവതിയുടെ സമ്മതത്തോടെയല്ല, ലഹരിക്ക് അടിമപ്പെട്ട അവസ്ഥയിലാണ്. യുവതി അവസാനം സഹികെട്ടു. പിന്നെ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടാകുമല്ലോ, സ്വാഭാവികമായും ബ്ലാക്ക് മെയിൽ ചെയ്യും. പിന്നെ ഒരുത്തൻ ഉപയോഗിക്കുമ്പോൾ മറ്റൊരുത്തൻ മൊബൈൽ ഫോണിൽ ഇത് പകർത്തുമല്ലോ, അതും സ്വാഭാവികം. അങ്ങനെ ദൃശ്യങ്ങൾ കാണിച്ചും ഫോട്ടോസ് കാണിച്ചും നഗ്നചിത്രങ്ങൾ കാണിച്ചും മോർഫ് ചെയ്ത ചിത്രങ്ങൾ കാണിച്ചുമൊക്കെ ഭീഷണി സഹിക്കവയ്യാതായപ്പോൾ, പിന്നെ കാശ് വസൂലാക്കാൻ തുടങ്ങിയപ്പോൾ യുവതി സഹികെട്ട് കളമശ്ശേരി പോലീസിനോട് പരാതി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് പരാതി ലഭിച്ചത്. പരാതി ലഭിച്ചു. പരാതിയിൽ പറഞ്ഞു അവർ ഇങ്ങനെയൊക്കെയാണ് സംഭവം, ഞാൻ കോളേജ് അധ്യാപികയായിരുന്നു, എന്നെ ഇങ്ങനെ അവർ മാനഭംഗപ്പെടുത്തി, എൻ്റെ ജീവൻ അപകടത്തിലാണ്, എന്നെ ഇങ്ങനെ ലഹരി നിർബന്ധിപ്പിച്ച് ലഹരി ഉപയോഗിപ്പിച്ചു, എനിക്കിതിൽ നിന്ന് മോചനം വേണം, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു. പോലീസ് ആ 2 പേരെയും അറസ്റ്റ് ചെയ്തു. പോലീസിൻ്റെ അന്വേഷണത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി തെളിഞ്ഞിട്ടുണ്ട്. അത് ഇവരൊരു മാഫിയ സംഘമാണ്. എറണാകുളത്തെ റെൻ്റേ കാറുകാരന്മാരും ഈ യൂസ്ഡ് കാർ വിൽക്കുന്നവന്മാരും മാഫിയ സംഘങ്ങളുടെ പിടിയിലാണ്. ഇവന്മാരുടെ തലതൊട്ടപ്പന്മാർ വേറെ കുറേമാരുണ്ട്. അതുകൊണ്ടാണ് ഇവന്മാർക്ക് ലഹരി കൃത്യമായി കിട്ടുന്നത്. റെൻ്റേ കാർ ബിസിനസ്സുകാർ ബംഗളൂരുവിൽ നിന്നും അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും കൊണ്ടുവരുന്നുണ്ട് എന്ന് അവിടെയുള്ള ഷാഡോ പോലീസിനും രഹസ്യാന്വേഷണ വിഭാഗത്തിനും ഈ എക്സൈസിനുമൊക്കെ വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ യുവമാരുടെ കയ്യിൽ ലഹരി എത്തുന്നുണ്ട്. പിന്നെ ഇവരുടെ വലയിൽ എങ്ങനെയെങ്കിലും ചെന്നു ചാടുന്ന പെൺകുട്ടികളെ ഇവർ ആസൂത്രിതമായി ചതിയിൽപ്പെടുത്തുന്നുണ്ട്. ഇവരൊരു വെബാണ്, വലയാണ്. ഈ വലക്കണ്ണിയിൽ പെടുന്ന പെൺകുട്ടികൾക്ക് വല മുറിച്ചു കടക്കുക പ്രയാസമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ, കോളേജ് അധ്യാപിക എന്ന് പറയുമ്പോൾ സാമാന്യ ബോധമൊക്കെ കുറച്ച് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ബൈ ചാൻസിൽ ദൗർഭാഗ്യവശാൽ ഇവർ ഈ കെണിയിൽ വീണുപോയി. അവസാനം എന്തോ ഭാഗ്യം കൊണ്ട് ബോധം വന്നപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയാനുള്ള ബോധമെങ്കിലും ഇവർക്കുണ്ടായി. പക്ഷേ ഇങ്ങനെ എത്രയെത്ര പെൺകുട്ടികൾ ഇവൻ്റെയൊക്കെ അണ്ടർ കസ്റ്റഡിയിൽ ഉണ്ടാകണം, ഈ മാഫിയ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടാകണം. എത്രയെത്ര യുവതികൾ ഇവൻ്റെയൊക്കെ കസ്റ്റഡിയിൽ ഉണ്ടാകണം. IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന എത്രയെത്ര ലേഡികൾ, മെയ്ഡായി ജോലി ചെയ്യുന്ന എത്രയെത്ര ലേഡികൾ, അവിടെയുള്ള IT മേഖല മാത്രമല്ല, അവിടെയുള്ള പല പാർക്കുകളിലും ജോലി ചെയ്യുന്ന, സ്റ്റാർട്ടപ്പിൽ ജോലി ചെയ്യുന്നവർ, ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവർ, വീടാന്തരം കയറിയിറങ്ങി ജോലി ചെയ്യുന്നവർ, അങ്ങനെ തുടങ്ങി പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന, പല തരത്തിലുള്ള പല മേഖലകളിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ, സ്റ്റുഡൻസ്, അവിടെ സഞ്ചരിക്കാൻ എത്തുന്ന ആളുകൾ, അങ്ങനെയുള്ള പല മേഖലകളിൽപ്പെട്ട പെൺകുട്ടികളും യുവതികളും ഇത്തരം മാഫിയകളുടെ ലിസ്റ്റിലുണ്ട് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഈ പെൺകുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ഭഗീരഥ പ്രയത്നം, ഹിമാലയൻ ടാസ്ക്കാണ്. പോലീസ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. പെൺകുട്ടികൾ സ്വയം വിചാരിക്കണം ഈ വലക്കണ്ണി പൊട്ടിച്ച് പുറത്തു വരാൻ എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ അധ്യാപിക രക്ഷപ്പെട്ടു. പ്രതികൾ 2 പേർ അറസ്റ്റിലായി. ഇത് ചെറുമീനുകൾ മാത്രമാണ്. പോലീസ് വീണ്ടും നിതാന്ത ജാഗ്രതയിലാണ് മറ്റുള്ളവരെ പിടികൂടാൻ.